ഹലോ ഗായ്സ്, അപ്പോൾ നിങ്ങൾ വീഡിയോയുടെ തംബ്നെയിലിൽ കണ്ടതുപോലെ BV3G മുട്ടക്കോഴി വളർത്തൽ ലാഭകരമാണോ എന്നാണ് നമ്മൾ ഈ വീഡിയോയിൽ ചർച്ച ചെയ്യാൻ പോകുന്നത്. തീർച്ചയായിട്ടും BV3G മുട്ടക്കോഴി വളർത്തൽ ലാഭകരം തന്നെയാണ്. നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് 300ഓളം BV3G കോഴികളെയാണ്. ഇതിപ്പോൾ മുട്ടയിട്ട് തുടങ്ങിയിട്ട് 2 ദിവസം മാത്രമേ ആയിട്ടുള്ളൂ. പൂർണ്ണമായിട്ടും മുട്ടയിടുന്ന ദിവസം നമ്മൾ ഒരു വീഡിയോയും കൂടി ചെയ്യുന്നതായിരിക്കും. ഇത് നമ്മൾ വീട്ടിൽ തന്നെ ഡേ ഓൾഡ് കോഴിക്കുഞ്ഞുങ്ങളെ വാങ്ങി ഫുള്ളി വാക്സിനേഷൻ കഴിഞ്ഞ BV3G കോഴികളാണ്. ഇത് നമ്മൾ ലിറ്റർ സിസ്റ്റത്തിലല്ല വളർത്തിയേക്കുന്നത്, കേജ് സിസ്റ്റത്തിലാണ്. ലിറ്റർ സിസ്റ്റത്തിൽ വളർത്തുമ്പോൾ കോഴികൾക്ക് മുട്ട ഉൽപ്പാദനം കുറയുകയും മുട്ട കൊത്തിക്കുടിക്കുകയും ഒക്കെ ചെയ്യും. ഇപ്പോൾ കേജ് സിസ്റ്റത്തിൽ വളർത്തിയാൽ അങ്ങനെ ബുദ്ധിമുട്ട് ഉണ്ടാവാറില്ല. ഞങ്ങൾ ആദ്യം 25 മുട്ടക്കോഴികളെ ടെറസിൻ്റെ മേളിൽ ഇട്ടായിരുന്നു വളർത്തി തുടങ്ങിയത്. പിന്നെ ഇതിപ്പോൾ 300 കോഴികളിലേക്ക് എത്തിയിരിക്കുന്നു. ഇനി അത് ഒരു 1000 കോഴി ആക്കണമെന്നാണ് ആഗ്രഹം. തീർച്ചയായിട്ടും എല്ലാവർക്കും ഈ ബിസിനസ് ലാഭകരമായി നടത്താവുന്നതാണ്. തീർത്തും ലാഭകരമാണ് BV3G മുട്ടക്കോഴി വളർത്തൽ. കേജ് സിസ്റ്റത്തിലല്ലാതെ ലിറ്റർ സിസ്റ്റത്തിൽ മുട്ടക്കോഴികളെ വളർത്തുന്നവരും ഉണ്ട്. ലിറ്റർ സിസ്റ്റത്തിനേക്കാൾ കൂടുതൽ ലാഭകരം കേജ് സിസ്റ്റത്തിൽ വളർത്തുന്നതായിരിക്കും. എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു ബിസിനസ്സാണ് BV3G മുട്ടക്കോഴി വളർത്തൽ. അതുപോലെ തന്നെ BV3G കോഴികളുടെ വേസ്റ്റുകൾ കൊണ്ട് നമുക്ക് വളങ്ങളായിട്ടും ഉപയോഗിക്കാവുന്നതാണ്. നമ്മുടെ വീട്ടിലെ വാഴ കൃഷികൾക്ക് കൂടുതലും BV3G വളമാണ് ഉപയോഗിക്കുന്നത്. ഞാൻ അതിപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാം. കണ്ടോ, ഞങ്ങൾ വാഴ കൃഷിക്ക് കൂടുതലും ഉപയോഗിക്കുന്നത് BV3G കോഴിയുടെ വളമാണ്. നല്ല കുലകളാണ് കായ്ക്കുന്നത്, കണ്ടോ. അതുപോലെ തന്നെ നമുക്ക് താമര കൃഷിയും ഉണ്ട്. ഇപ്പോൾ താമര വളരെ കുറവാണ്. ഇപ്പോൾ മൊട്ടുകൾ മാത്രമേ ഉള്ളൂ. നമ്മൾ ഇനി താമര വരുമ്പോൾ അടുത്ത വീഡിയോയും ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് വഴി രേഖപ്പെടുത്തുക. ഇത്രയും നേരം വീഡിയോ കണ്ട എല്ലാവർക്കും ബായ്.